കൈ തെറിക്കല്ലേ. എൻ്റെ അമ്മേ. സരിതേ, സരിതേ, എന്തോ വന്നാട്ടെ. വന്നല്ലോ. ഉറങ്ങിയല്ലേ? ഉറങ്ങിയില്ല, ചുമ്മാ കിടന്നു. ഉറങ്ങാനും ചുമ്മാ കിടക്കുമ്പോൾ തന്നെ ഉറക്കം വന്നു. ഇല്ല ഉറങ്ങിയില്ല. കഴുകിയെടുത്താ മതി. ചോദിച്ചല്ലോ. ബോധിച്ചു. ഇഷ്ടപ്പെട്ട് മുറിക്കണ്ടേ? വേണ്ടമ്മായി, എന്ത് മുറിക്കണ്ട, ഇങ്ങനെ തന്നെ. അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? കാന്താരി കുറേ ഇരിപ്പുണ്ട് അവിടെ, അത് കഴുകിയെടുക്കണം. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അത്രയും മതി. ഞാൻ പോണേ. ഓക്കേ. ഇഷ്ടാണോ ഇത്? നമ്മൾ ഒരിക്കലും കണ്ടത് കഴിച്ചല്ലേ? ഇഷ്ടാണോ? ആ, ഇഷ്ടമാണ്. പുളിപ്പ്. മറ്റേ ചുവപ്പ് തൊലിയുള്ളതാ? ചുമപ്പ് തൊലിയാ? ഇത് ഇതേപോലെ ഇങ്ങനെയൊക്കെ ഇരിക്കണം. അതാ ചുമപ്പാ? ഓ, പുളിയാ? വലിയ പുളിയില്ല. അല്ലേ, അമ്മായി കണ്ണടച്ചപ്പോ വെച്ച് ഭയങ്കര പുളിയായിരിക്കും. അതിന്റെ ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുഴച്ച് പിടിക്കും പോലെ. ആദ്യത്തെ ഒരു പുളിപ്പ് ഈ രണ്ട് സൈഡിലല്ലേ? ഇത് പച്ചയായിരിക്കുവേ, നല്ല പുളിപ്പുണ്ടാവും. മദ്യത്തിൽ നിന്നും പുളി.
അടിപൊളി. സൈറ്റ് തന്നെ വന്നോണ്. ആർക്കും കൂടെ എന്തോ അല്ലേ മാളൂന് ഇഷ്ടപ്പെടും പുളി. ബാ. അടപ്പ് റെഡി. ഞാനേ പട്ട, അപ്പൊ അത് പൊടിക്കണ്ടേ? ഗ്രാമ്പൂ വേണ്ട, ഗ്രാമ്പൂ ഏലക്ക എന്ന് പറഞ്ഞിടാന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നപ്പോഴോ എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കും. പെരുജീരകവും പട്ടയും ഗ്രാമ്പൂ മാത്രം മതി അമ്മായി. മതി മതി. ഇനി ഇയാൾ വല്ലതും കണ്ടാ ഞാൻ എന്തോരം ഇട്ടുന്നോ ഇയാൾ വല്ലതും കണ്ടാ? ഞാൻ എൻ്റെ അടുത്ത് മതി അമ്മായി എന്ന് ചോദിച്ചെന്തിന്? എനിക്ക് ചോദിക്കാൻ പാടില്ലേ? അപ്പൊ എനിക്ക് പറയാൻ പാടില്ലേ? ആ പറഞ്ഞോ. കാര്യം കഴിഞ്ഞല്ലോ. ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാല്ലോ. ഈ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ അതെനിക്കറിയില്ല. എന്താ അറിയോ? അറിയത്തില്ല. ഈ കറിക്ക് ആകെ നമ്മൾ ഉപയോഗിക്കുന്ന പൊടി മഞ്ഞപ്പൊടി. വേറെ പൊടികളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. ഇതെന്തിനാ ഇപ്പം ഞാൻ ചെയ്തേ? അത് വേവാൻ. അപ്പം ഇതെന്തിനാ ഞാൻ മാറ്റി വെച്ചേ? അത് പിന്നീട് വരട്ടിയൊക്കെ ഇടാൻ. ഓ പഠിച്ച്. അപ്പം ഇതെന്തിനാ ഇന്നാത്തിട്ടത് ഞാൻ? വേവാൻ. അത് മഴറ്റുമ്പോൾ എന്താ എനിക്ക് എന്ത് വെന്ത് കിട്ടൂലേ? അല്ല ഇതിപ്പോ ഇതിലൊക്കെ പിടിക്കിട്ടെന്ന് വിചാരിച്ചു. ഓ അപ്പം അറിയാം. പാവം ഇത് സമാധാനമായിട്ട് അതിൻ്റെ ഇഷ്ടത്തിനൊക്കെ ഇരുന്ന് വേവട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്തില്ല. എന്തോ? എന്താ എന്താ പറ. എന്ത് കാര്യ ചെയ്യാത്ത? പറ. ആ എനിക്കറിയില്ല. ഇതിന് രുചി തരുന്ന ഒരു സാധനം ഞാൻ ഇട്ടിട്ടില്ല. വിനാഗിരിയോ? ഞാൻ വിനാഗിരി. വേവാൻ. പോടോ. ഉപ്പാ? ഉപ്പില്ലാണ്ട് ഈ ഇറച്ചി ഒന്ന് കഴിച്ച് കാണിച്ചു തരാവോ? അല്ല ഇപ്പൊ പാചകം ചെയ്തോണ്ടിരിക്കണേ ആരെ? ആളിനറിയത്തില്ലയോ? അതല്ലേ ഞാൻ പറയാൻ മറന്നുപോയിന്ന്. ഞാൻ മറന്നുപോയത് കൊണ്ടല്ലേ ഇപ്പൊ ചോദിച്ചത്. ഞാൻ വിചാരിച്ച അതിന്റെ കൂടെയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. മാളു വന്നെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് സൂപ്പ് ഊറ്റി കൊടുക്കാറുണ്ട് അല്ലേ? അതെ, ഒക്കെ ആരോഗ്യം വെക്കണം. വെച്ചോ, അടച്ചോ. ഇനി ഇത് സമാധാനമായിട്ട് അതിന് ഇഷ്ടത്തിനനുസരിച്ച് സ്വസ്ഥതയോടുകൂടി അതിരുന്ന് വേവട്ടെ. നമുക്ക് ശല്യം ചെയ്യണ്ട.
നമുക്ക് ഒരു ശല്യം ചെയ്യണില്ല. ആ കപ്പൽ അവിടെ കിടക്കണ എനിക്ക് തീരെ പിടിക്കണില്ല കേട്ടാ. കുറേ നാളായല്ലേ. എത്ര ലക്ഷം രൂപ ഇവിടെ കൊടുക്കണമെന്ന്. എന്തിന്? ഇവർക്ക് ലൈസൻസ് ഇല്ലെന്നാണ്. അതിന് ലൈസൻസ് ഇല്ലെന്നാ? പിന്നെ ലൈസൻസ് ഇല്ലാണ്ട് ഇതെങ്ങനെ കടലിലോട്ട് ഇറങ്ങിയേ? അമ്മയോട് ആരാ പറഞ്ഞേ ഈ ഇത് പൈസ കൊടുക്കാനുള്ളതുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്? പൈസ കൊടുക്കാം. എത്ര ലക്ഷം രൂപ കൊടുക്കണമെന്ന്. കൊടുത്തോണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ. ഇതിപ്പോ എന്നേ കിടക്കണം ഇവിടെ. കൊടുത്താ പോവാൻ ലൈസൻസ് ഇല്ല. ഇനി അമ്മ ഈ ലൈസൻസ് ഇല്ലെങ്കിൽ ഇത് കടലിലോട്ട് ഇറങ്ങത്തില്ല. കടലിലോട്ട് ഇറങ്ങാൻ വന്നതായിരിക്കുമല്ലോ. ഒളിച്ചു വന്നിട്ടുണ്ട്. ഈ സാധനം തള്ളി ഇറക്കണമല്ലോ. ഇറക്കണം. ആ ഇറക്കണമെങ്കിൽ ലൈസൻസ് വേണം. അല്ലാതെ ഈ അപകടം ഉണ്ടാക്കാനൊക്കെ ഓരോന്ന് വരില്ലേ. അത് അവര് ലൈസൻസ് ഉണ്ടാന്ന് എങ്ങനെ അറിയണേ? അത് അവരുടെ നാട്ടിൽ നിന്ന് അവർ ലൈസൻസ് കൊടുത്തിട്ടായിരിക്കുമല്ലോ ഇറക്കുന്നത് അല്ലേ? എനിക്ക് അതുവരെ പോവാൻ പറ്റണില്ല. ഞാൻ ചെന്ന് എല്ലാ കാര്യം അന്വേഷിച്ചിട്ട് വന്നാണ്. ഇത് അമ്മയോട് ഇങ്ങനെ ഇക്കാര്യം ആരാ പറഞ്ഞേ? ഇവിടെ അടുത്തുള്ള ഒരു പയ്യനാണോ പറഞ്ഞേ? അമ്മേനെ പറ്റിക്കാൻ പറഞ്ഞ എങ്കിൽ അവനെ കാണുമ്പോ ഞാൻ ഇടണം കൊടുക്കും. ഇന്ന് അമ്മേനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞ. പിന്നെ മോളാ, നീ ഓരോ സാഹചര്യം അനുസരിച്ച് ഓരോ ഭക്ഷണം കൊണ്ടുവരും. ആര്? ഞാനാ? എന്താണ് ഇതിപ്പോ? ഞാൻ കുറെ നാളിന് ശേഷമല്ലേ. ഞാൻ ഇതുവരെ നീ ഇതുണ്ടാക്കി ഞാൻ കഴിച്ചില്ലല്ലോ. എനിക്ക് മനസ്സിലായില്ല അമ്മ, ഈ സാഹചര്യവും പോപ്കോണും തമ്മിൽ എന്താ ബന്ധം? അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ആര്യല് വേവാൻ കുറെ സമയം എടുക്കുമല്ലോ. 2-3 മണിക്കൂർ എടുക്കും. അപ്പൊ സിനിമ കാണും പോലെ ഇങ്ങനെ ഇരുന്ന് ഇതിങ്ങനെ ഓരോന്നോരോന്ന് കുറച്ചുകൊണ്ടിരിക്കാൻ നീ ഇതിപ്പോ കൊണ്ടുവന്നത്. മനസ്സിലായി. സിനിമ കാണുമ്പോ അത്രയും സമയം പോകുന്നത് ഈ പോപ്കോൺ ഉള്ളതുകൊണ്ട് നമ്മൾ ആ സമയം പോകുന്നത് അറിയുന്നില്ല. അതേപോലെ വാരിയൽ വേവുന്നതനുസരിച്ച് പോപ്കോൺ കഴിക്കുന്നത് കാരണം വാരിയലിന്റെ സമയം എത്ര എടുക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല. ഇതാണല്ലോ കുട്ടി ഉദ്ദേശിച്ചത്. അതെ, ആണല്ലോ കുട്ടി. ഇപ്പൊ മനസ്സിലായി. പക്ഷെ വേറൊരു വ്യത്യാസമുണ്ട്. എന്താണ്? ഞാൻ ഉണ്ടാക്കുന്നതിന് കാശ് കുറവും, തിയേറ്ററിൽ നിന്ന് മേടിച്ച് കഴിക്കുമ്പോൾ ടിക്കറ്റിനേക്കാളും വില കൂടുതലാണ് പോപ്കോണിന്. പൈസ കുറവായോണ്ടല്ലോ ഞായിരുന്നു തിന്നുന്നത്. പൈസ കൂടുതലാണെങ്കിൽ തിന്നൂലേ? അല്ല, നീ ഉണ്ടാക്കിയപ്പോ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്ത് ലാഭമായി അമ്മായി. ഇത്രയും സാധനം തന്നെ നമ്മൾ തിയേറ്ററിൽ പോയി കഴിക്കുമ്പോൾ ഒരു ടിക്കറ്റിന് കൂടിപ്പോയ എത്രയാ? 200-220 220 ടിക്കറ്റിന്. പോപ്കോണ് 350 രൂപ. 350? ഒരു ബോക്സിനകത്ത് തരുമല്ലോ, 350 രൂപ. സത്യം പറഞ്ഞാൽ സാധാരണക്കാർക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ. അതായത് കുഞ്ഞുങ്ങൾ എന്ത് വന്നാലും ഇപ്പോൾ എനിക്ക് സിനിമയ്ക്ക് പോകാൻ ഇഷ്ടം പോപ്കോൺ തിന്നാനാണ്. നമ്മൾ വീട്ടിലിരുന്ന് പോപ്കോൺ തിന്നുന്ന സുഖം ഒരിക്കലും സിനിമ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുന്ന ആ ഒരു സുഖം ഒരിക്കലും കിട്ടില്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പോപ്കോൺ തിന്നാണ്. അപ്പോൾ സാധാരണക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കമ്മായി. എന്തിനാ ഇത്ര വിലയിൽ അവർ വിൽക്കുന്നതെന്ന് ആലോചിക്കണേ? അവർക്ക് അതിൻ്റെതായ ചിലവുണ്ട്. ശരി, സമ്മതിച്ചു. അവർക്ക് വാടക കൊടുക്കണം, എല്ലാം കൊടുക്കണം. വില കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരും വാങ്ങിക്കൂലേ? ഇപ്പോൾ 100 പേര് ഒരു സിനിമ കാണാൻ വന്നാൽ തന്നെ അതിലൊരു 20 പേരെ വാങ്ങിക്കത്തുള്ളൂ പോപ്കോൺ. വില കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ 100 പേരും മേടിക്കില്ലേ? പോട്ടെ, 90 പേരും മേടിക്കൂലേ? പിള്ളേരെയും കൊണ്ട് വരുമ്പോൾ പിള്ളേർക്ക് അവിടെ ഇരുന്ന് കൊടുക്കാൻ വേണ്ടി തള്ളമാരെന്തെങ്കിലും കരുതി കൊണ്ടുവരണം. ചില തിയേറ്ററിൽ കയറ്റില്ലേ ഭക്ഷണ സാധനങ്ങൾ കയറ്റൂല. അഥവാ കൊണ്ടുപോയി കഴിഞ്ഞാൽ പുറത്തെടുത്ത് വയ്ക്കും. ഇപ്പോൾ വലിയ വലിയ മാളുകളൊക്കെ ഇല്ലമ്മായി, അവിടെയൊന്നും കയറ്റത്തേ ഇല്ല. അവിടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഫുഡ് മേടിക്കണം. അതാണ് അവരുടെ ബിസിനസ്.
എൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. ആവശ്യമുണ്ട്. ഇപ്പൊ കൊണ്ടുപോയി വെച്ച സാധനം ഇത് മൂത്ത് കഴിയുമ്പോ വീണ്ടും കൊണ്ടുവരണം. അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിനൊരു സ്വല്പം ഉപ്പിട്ടേക്കാം അല്ലേ? ബാക്കി മറ്റേത് അതിലിട്ടേക്കല്ലേ? ഇതിലേക്കും കുറച്ച് പെരുംജീരകം ഇട്ടേക്കാം അല്ലേ? പട്ട ഇട്ടേക്കാം അല്ലേ? ഗ്രാമ്പു ഇട്ടേക്കാം അല്ലേ? ഓ എല്ലാം ഇട്ടോളൂ. ഇനി അതിന് വേണ്ടി അവരടി കൂടണ്ട. ഞാൻ പോയി എടുത്തിട്ട് കേട്ടാ. എടുത്തു. മാറി കൈ തെറിക്കല്ലേ. ഇറച്ച് കഴിഞ്ഞു. ഇടട്ടോ? ഇട്ടോ. അതങ്ങനെ ഇട്ട് കിണ്ടിയെടുത്താൽ മതി. വേറൊരു കാര്യം കൂടി ഇട്ട് മല്ലിച്ചീരയും കൂടി എടുത്തിട്ട് വരുമോ? എന്താണ്? സൂപ്പർ സംഭവം. സൂപ്പർ സംഭവം. കുട്ടിക്ക് ഇടാൻ അവസരം വേണോ? ഓ കേട്ടോ. ഇട്ടോ, നല്ലോണം ഇട്ടോ. ഞാൻ നേരത്തെ കറിവേപ്പിലൊന്നും ഇട്ടിട്ടില്ല. കറിവേപ്പില ഇപ്പോൾ ഇടുമ്പോഴാണ് രുചി ഇറങ്ങുക. ഓക്കെ അമ്മായി. സൂപ്പർ. ഇന്ന് ഞാൻ പൊളിക്കും. നമുക്ക് ടേബിൾ സെറ്റ് ചെയ്താലോ? നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ പിന്നെ വന്നിട്ട് എടുത്തോളാം. എന്താണെന്നറിയോ, അത്ര നേരം കൂടെ ചെറുതീയിലിരിക്കുമ്പോൾ കുറച്ചും കൂടി വേവുന്നുണ്ടല്ല, രുചി ഇറങ്ങും. വെന്തു. കൈ കഴുകിട്ട് പറഞ്ഞോട്ടെ. ഞാൻ ഈ നെയ്യ് അങ്ങ് കളയട്ടെ. എന്തൊരു നെയ്യാ! അടിപൊളി. അടിപൊളി. കണ്ട മോളെ, പൊളിക്കും ഞാൻ. ചൂട് എരിവ്. ചൂടില്ലേ? ചൂട് മാറി. അടിപൊളി. അത്രയും കഥാരി ഇട്ടിട്ട് പോലും വരുമില്ല അല്ലേ? ആളുണ്ടായിരുന്നെങ്കിൽ
വാസനല്ലേ? കപ്പലിന് സാധനം കപ്പലിലെ സാധനം ഇറക്കിയത് ഇടിവെട്ടിയതാ? ഇടിയല്ല, അടിപൊളി, അടിപൊളി. എരിവായിട്ട് അമ്മയ്ക്ക് തോന്നണ്ടോ? വലിയ എരിവില്ല. വലിയ എരിവില്ല. പക്ഷെ അത് നല്ല മുറ്റനല്ലേ, ഇടയ്ക്കല്ലേ ഉള്ളൂ പഴുത്തത്. ആ കാന്താരി മുളക്, അതാണ് എരിവ് കുറവ്.